ഐമീഡിയ ഓട്ടോമൊബൈൽസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്യൂച്ചർ ഫ്യൂവൽ എന്നാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്. പെട്രോള്, ഡീസൽ, LPG, CNG, അതേപോലെ സോളാർ. മറ്റു രാജ്യങ്ങളൊക്കെ സോളാർ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോളാർ ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല എങ്കിലും വരും. നെക്സ്റ്റ് ജനറേഷൻ ഫ്യൂവൽ മലപ്പുറം ജില്ലയിൽ തന്നെ LPG യൂറോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. വർഷങ്ങളുടെ പാരമ്പര്യം LPGയുമായി ബന്ധപ്പെട്ട് റിജിത്തിന് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് റിജിത്തിനെ പരിചയപ്പെടാം. മാത്രമല്ല, റിജിത്തിന്റെ ഷോപ്പ് വരുന്നത് മഞ്ചേരിയിൽ കോഴിക്കോട് റൂട്ടിലാണ്. തുറക്കൽ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഒരു 3 മാസം മുമ്പ് വരെ കമ്പനി CNG ഫിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മന്ത്രി ഗണേഷ് കുമാറിന് വന്നതിന് ശേഷം അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. ഈ പുകയുടെ ശല്യം ഇല്ല. അപ്പോൾ അതിന് ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2010 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും CNG എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ രജിത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സെക്കൻഡ് ഹാൻഡ് അങ്ങനെ വെക്കാറില്ല, അത് വെക്കാൻ പാടില്ല എന്നാണ് നിയമവശം. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിലും RC-ലൊന്നും ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. ബുദ്ധിമുട്ടാണ്. നമ്മള് പുതിയത് വെക്കുക, അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരാഴ്ചനുള്ളിൽ 2 ദിവസത്തിനുള്ള RC ചേഞ്ച് മാറ്റും. ഏത് കമ്പനിയുടെ CNG ആണെങ്കിലും LPG ആണെങ്കിലും സർവീസ് പിന്നെ ചിലവര് വന്നിട്ട് പറയും ഇത് അവിടുന്ന് വെച്ചതാണ്. അപ്പൊ ഞാൻ പറയും അവിടുന്ന് വെച്ചതാണെങ്കിൽ ഇപ്പൊ ചിലയിടത്ത് വാറണ്ടി ഉണ്ടാവും, നമ്മള് തൊട്ട് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവും എന്നൊക്കെ അങ്ങനെ പറയും ചിലവര്. മഹാരാഷ്ട്ര വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ CNG, അത് നമുക്ക് അവിടെ കൊണ്ടുപോകലോ റിപ്പയർ ചെയ്യാലോ? ഇല്ല, ഇവിടെ വരലുണ്ട്. കുറെ വണ്ടിക്കാർ അങ്ങനെ വരലുണ്ട്. നമ്മളങ്ങോട്ട് സർവീസിനും ഇതിനൊക്കെ ആയിട്ട് വരലുണ്ടല്ലേ. ഒരു പുതിയ വണ്ടിക്ക് CNG ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ്? BS6 മോഡലാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് 65-70 വരുന്നത്. വണ്ടി BS6 ആണെങ്കിൽ അത് പേപ്പറിൽ ആഡ് ചെയ്യാൻ നമ്മള് ഡോക്യുമെന്റ്സും കാര്യമൊക്കെ നമ്മള് ചെയ്ത് കൊടുക്കും. അതായത് ഒരു വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു 65-70 നമുക്ക് RC-യിൽ കയറ്റിയിട്ട് RC വരെ RC-ന്റെ ചെയ്യാൻ കൊടുക്കും. പേപ്പർ ഡോക്യുമെന്റ്സ് കൊടുക്കുക ചെയ്യാൻ പറ്റും. ജസ്റ്റ് പിന്നെ ഓണർ കൊണ്ട് MVD-യിൽ സമർപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ BS4 വണ്ടിക്ക് 55-40 തൊട്ട് 55 വരെ റൈറ്റ്. നമ്മൾ ചെയ്താലും നമ്മൾ RC എൻട്രി ചെയ്യാൻ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ തന്നെ നമ്മൾ അന്ന് തന്നെ വണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എത്ര കമ്പനി ഇത് സർവീസ് കൊടുക്കുന്നുണ്ട് CNG? എല്ലാ കുറെ കമ്പനിക്കാരുണ്ട്. കമ്പനി പേരുകളോ കാര്യങ്ങളോ ഡീറ്റെയിൽസ് പറയാം. ലവാട്ട് ഉണ്ട്, പിന്നെ ബിജു തോമസ് ഉണ്ട്, രാഘവ് പറഞ്ഞുണ്ട്, പിന്നെ സ്റ്റാഗ് ഉണ്ട്, യൂണിടാക്സ്, അങ്ങനെ കുറെ അനവധി കമ്പനിക്കാരുണ്ട്. ഏകദേശം എത്ര കമ്പനികളുണ്ടാവും? ഒരു 20-25 മേലെ ഉണ്ടാവും. 25 കമ്പനികളുണ്ടാവും. CNG സർവീസ് കൊടുക്കുന്ന കമ്പനികൾ ഇന്ത്യയിലുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ആയിട്ട് വരാത്തത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതിനെന്താണ് ഇതിന്റെ മറുപടി? ഈ ഫീൽഡിലേക്ക് ആരും വരുന്നില്ല, പഠിക്കാനോ ഒന്നിനും ആരും തയ്യാറെടുക്കുന്നില്ല. ഇതിനൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടോ? ഇത് ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഇപ്പൊ ഇത് എല്ലായിടത്തും CNG ആയി മാറാണ്. എല്ലാ ജില്ലകളിലും പെട്രോൾ കൂടുതൽ വരാത്തതുകൊണ്ട് എന്തോ ഒരു ബ്രേക്കപ്പ് ആയ പോലെ തോന്നുന്നുണ്ടോ? പമ്പുകൾ അധികം വരുന്നത് ഓൺലൈൻ പമ്പാണ്. മഞ്ചേരിയിൽ ഫുള്ളായിട്ട് വരുന്നത്. അതേമാതിരി മലപ്പുറത്ത് എല്ലാതും ഓൺലൈൻ പമ്പാണ് CNG വരുന്നത്. എല്ലാ പെട്രോൾ പമ്പിലും വരുന്നതൊക്കെ CNG ആഡ് ചെയ്ത് വരുന്നുണ്ട്. എൻക്വയറി വന്നു കഴിഞ്ഞാൽ കുറെ എൻക്വയറി ഡെയിലി വരുവാണെങ്കിൽ പമ്പ് ഓണർമാർ ഇത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സാങ്ഷൻ ആക്കാൻ സാധ്യതയുണ്ട്. LPG-ക്ക് ആണോ ഫ്യൂച്ചർ അതോ CNG-ക്ക് ആണോ? CNG-ക്കാണ് ഫ്യൂച്ചർ. LPG-ക്ക് കിട്ടാൻ വളരെ LPG പമ്പുകള് ഇല്ല, അതാണല്ല ബുദ്ധിമുട്ട് ജനങ്ങൾക്ക്. LPG പമ്പുകൾ കുറവാണ്. ലാഭം ഏതാണ്, CNG ആണോ LPG? ലാഭം ഇപ്പൊ ഉള്ളത് CNG ആണ്. എത്ര കിലോമീറ്റർ ഇപ്പൊ 1 ലിറ്റർ അതായത് 1 കിലോനാണ് വരുന്നത്. നമുക്കൊരു ഏകദേശം ഒരു 10 മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്കൊരു 18-19 ആ റേഞ്ചിൽ CNG അപ്പോ LPG എത്ര കിട്ടും? LPG ആണ് നമുക്ക് കുറവാണ് കിട്ടുക. നമ്മളാ കിട്ടുന്ന മൈലേജ് തന്നെ കിട്ടുള്ളൂ. നമ്മളെ വണ്ടിക്ക് 10 കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഗ്യാസ് അടിക്കുന്നിടത്താണ്. ഇപ്പൊ നമ്മള് പെട്രോള് 1 ലിറ്റർ അടിക്കേണ്ടടുത്ത് ഇത് 1.5 ലിറ്റർ കിട്ടും. അപ്പൊ അതിനുള്ള ഓട്ടം നമുക്ക് ലാഭമാണ് ആ ഓടുന്ന മൈലേജ്.
പക്ഷെ വേറൊന്നുണ്ട്, LPGക്ക് വില കുറവാണ്, CNGക്ക് വില കൂടുതലാണ്. ആ CNGക്ക് ഇനിയും വില കൂടുതൽ പേടിച്ചിട്ടാണ് ആളുകൾ ഇതിലേക്ക് വരാത്ത തോന്നുന്നുണ്ടോ? അങ്ങനെയും തോന്നുന്നുണ്ട്, ചിലർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്.